എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന മനുഷ്യന്റെ ചിന്തകൾക്ക് അപ്പുറം അല്ലെങ്കിൽ മനുഷ്യന്റെ തീരുമാനങ്ങൾക്കും അപ്പുറം ദൈവത്തിൻ്റെതായ ഒരു തീരുമാനം ഉണ്ടെന്നുള്ള ഒരു കാര്യം തെളിയിക്കുകയായിരുന്നു വേദയുടെയും വിക്രത്തിൻ്റെയും കാര്യത്തിൽ. കാരണം വിക്രം തനിക്ക് വേദയെ വേണ്ട, അല്ലെങ്കിൽ ഈ വിവാഹം ഒരിക്കലും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് മണ്ഡപത്തിലേക്ക് കയറിയാലും ദൈവത്തിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. വേദയും വിക്രത്തെ ഒന്നിപ്പിക്കാനായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം ദീപ്തി ശ്രീകാന്തിന്റെ കോള് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്ചാന്നും പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ആർക്കും എന്താ ഏതാന്നൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും പത്മ ഓടി അങ്ങോട്ടേക്ക് വന്നു. പത്മ വന്നിട്ട് എന്താ മോളെ, എന്ത് പറ്റി? അച്ഛന്ന് നീ വിളിച്ചെന്തിനാ, എന്താ കാര്യം എന്താന്ന് ചോദിക്കും. അത് പിന്നെ അച്ഛൻ എന്ത് പറ്റി, ശങ്കരേട്ടന് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. അത് പിന്നെ അച്ഛൻ സ്റ്റെയർ കേസിൽ നിന്ന് വീണ് ബോധമില്ല, ശ്രീകാന്തേട്ടൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയണം. ഇത് കേട്ട് ഞാൻ പത്മ പറഞ്ഞു, എൻ്റെ ദേവി ഇത് എന്തൊക്കെയാണ് കേൾക്കണേന്ന് ചോദിക്കണം. അപ്പോഴേക്കും വല്ലാത്തൊരവസ്ഥയായിപ്പോയി വേദയ്ക്കാണെങ്കിൽ. വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. അതെ നമുക്ക് പോകാമേ, ഇപ്പം തന്നെ പോകാമെന്ന് പറയണം. ഇത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു, അല്ല അത് പിന്നെ മോളെ ഇവിടെ നല്ലൊരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ഈ സമയത്ത് നമ്മൾ അങ്ങനെ പോകുന്ന പെട്ടെന്ന് ശരിയാണോ? ഒരു കാര്യം ചെയ്യാം, ഈ താലികെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് പറയണം. കാരണം മുഹൂർത്ത സമയമല്ലേ, കെട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ദീപ്തിക്ക് സഹിച്ചില്ല. ദീപ്തി പറഞ്ഞു, മുത്തശ്ശിക്ക് എപ്പോഴും ഈ താലികെട്ട പ്രധാനമല്ലേ, എനിക്കങ്ങനെയല്ല, എൻ്റെ അച്ഛനാ പ്രധാനം. അല്ലെങ്കിൽ തന്നെ എൻ്റെ അച്ഛൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ട, ഈ കല്യാണത്തിന് എൻ്റെ അച്ഛന് താല്പര്യമില്ലായിരുന്നു. എന്നിട്ട് പോലും എല്ലാവരുടെയും തീരുമാനത്തിന് വഴങ്ങി ഇങ്ങോട്ടേക്ക് വന്നല്ലേ. അവസാനം എന്തായി, എൻ്റെ അച്ഛൻ വീണില്ലേ, ഈ താലി കെട്ടുന്ന മുഹൂർത്തത്തിൽ വീണില്ലേ എന്ന് ചോദിക്കുകയാണ്. ഒരു നിമിഷം എല്ലാവർക്കും എന്ത് ചെയ്യണം എന്നറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. പിന്നീട് ദീപ്തി പറഞ്ഞു, എന്താണെങ്കിലും മുത്തശ്ശി ഇവിടെ നിന്നോ, ഞാൻ എന്താണെങ്കിലും നിൽക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ പത്മ ആ പുറകെ അങ്ങോട്ടേക്ക് പോവാണ്. മുത്തശ്ശിക്ക് വല്ലാത്തൊരവസ്ഥയായിപ്പോയി. സാവിത്രമ്മയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥയിൽ സാവിത്രമ്മ നിൽക്കുകയാണ്. കാരണം ഒരു വശത്തെ മകന്, ഒരു വശത്ത് വേദ. കാരണം മുഹൂർത്ത സമയമാണ്. ഈ സമയം വേദയ്ക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. വേദ പറഞ്ഞു, ഞാനും വരുവാ, അച്ഛനല്ലേ. അപ്പം വേദയ്ക്ക് സഹിച്ചില്ല, ഞാനും വരുവാന്ന് പറഞ്ഞ് വേദ പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റു. അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് മണ്ഡപത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് ഒരുങ്ങുവാണ്. ഈ സമയം വിക്രം ഇത് കാത്തിരുന്ന പോലെ തന്നെ വിക്രം എന്ത് ചെയ്യണം, തട്ടത്തിനകത്ത് താലിയും വെച്ചുകൊണ്ട് പൂജാരി നിൽക്കുന്നുണ്ടായിരുന്നു. ഒറ്റ തട്ട് കൊടുത്തു ആ തട്ടത്തിനിട്ട്. കാരണം ഇനിയിപ്പം വിക്രം ആഗ്രഹിച്ചിരുന്ന കാര്യം ഇത് തന്നെയായിരുന്നു, ഈ വിവാഹം മുടങ്ങണം എന്നുള്ളത്. അപ്പം അതിനായിട്ട് ഒരു സമയം ഒത്തു വന്നിരിക്കുമല്ലേ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി ഭയങ്കര സന്തോഷിച്ചു, രക്ഷപ്പെട്ടു, കല്യാണം മുടങ്ങിയില്ലോ, ഇനിയിപ്പോൾ കുഴപ്പമില്ല. അവൻ തട്ടി എറിഞ്ഞു. അതിനകത്ത് താലി പക്ഷെ എന്ത് ചെയ്യണം, ആ തട്ടി എറിഞ്ഞ സമയത്ത് ആ താലി ഇങ്ങനെ അന്തരീക്ഷത്തിൽ കൂടെ വന്ന് നേരെ വേദയുടെ കഴുത്തിലേക്ക് വീഴണം. ഒരിക്കലും ആരും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. കാരണം വേദ ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് വേദയുടെ കഴുത്തിലേക്ക് ആ താലി വന്ന് വീഴുന്നത്. അത് നിലത്ത് പോയോ ഒന്നും ചെയ്തില്ല. കാരണം ആ മുഹൂർത്തത്തിൽ തന്നെ അങ്ങനെ അവസാനം വിക്രം കെട്ടേണ്ട താലി വീണ്ടും വേദയുടെ കഴുത്തിലേക്ക് വന്ന് വീഴുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പോലും ഒരു നിമിഷം ഞെട്ടിപ്പോയി. രണ്ട് മുത്തശ്ശിമാർക്ക് സന്തോഷമായി. കാരണം അമ്മിണി അച്ചമ്മയ്ക്കും മുത്തശ്ശിക്കും സന്തോഷമായി. ഈ ഒരു മുഹൂർത്തത്തിൽ ഈ താലികെട്ട് നടക്കേണ്ടതായിരുന്നു. പക്ഷേ എങ്കിൽ വിക്രം തട്ടി എറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സഹിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു, ആരൊക്കെ തട്ടി എറിയാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഉമാമഹേശ്വരൻ ഒന്നിപ്പിച്ചാണ് ഇവരെ രണ്ടുപേരെ. അങ്ങനെയുള്ള ഉമാമഹേശ്വരൻ ഇവർ രണ്ടും വേർപിരിയുന്ന ആഗ്രഹിക്കുന്നില്ല, വേർപിരിയുന്ന കാണാനായിട്ട്. അതുകൊണ്ടല്ലേ കൃത്യമായിട്ട് വിക്രം കെട്ടേണ്ടിരുന്ന ആ താലി അവളുടെ കഴുത്തിൽ വന്ന് വീണത്. ആ താലി പൊട്ടിച്ചെറിയാനായിട്ട് ഉമാമഹേശ്വരൻ സമ്മതിക്കില്ല എന്ന് പറയണം. പെട്ടെന്ന് വിക്രം അങ്ങോട്ട് ഇറങ്ങി വന്നു. തിരുമേനി വന്നിട്ട് പറഞ്ഞു, എനിക്ക് അത്ഭുതം തോന്നുന്നു, എങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ പറഞ്ഞു, ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ വെച്ചാൽ ആദ്യം വിക്രം വേദയുടെ കഴുത്തിൽ താലി അറുത്തുന്നത്, അതും ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ വെച്ചാന്ന് പറയണം. സാവിത്രിയമ്മ അത് പറഞ്ഞു. അന്ന് ഞാൻ മോളോട് പറഞ്ഞ ഇനി 7 തലമുറകളോടെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും എന്നുള്ള കാര്യം. അപ്പം അത് അതുപോലെ തന്നെ സത്യമായെന്ന് പറയണം. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ കമലിക്കും. പക്ഷേ വിക്രത്തിന് ആകെപ്പാട് ടെൻഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു നിമിഷം വേദ വിക്രത്തെ ഇങ്ങനെ നോക്കുകയാണ്. എന്തൊക്കെ കാണിച്ചിട്ടും അവസാനം വിക്രത്തിന്റെ താലി തന്നെ വേദയുടെ കഴുത്തി വന്ന് വീണല്ലോ. പക്ഷെ നന്ദിനിക്കാണ് സഹിച്ചില്ല. നന്ദിനിയാണെങ്കിൽ സന്തോഷിച്ചിരിക്കുമല്ലായിരുന്നു. അപ്പോഴേക്കും വേദ പറഞ്ഞു, എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകണം, എൻ്റെ അച്ഛനെ കാണണമെന്ന് പറയണം. സമയം തിരുമേനി പറഞ്ഞു, ഇനി കാര്യം ചെയ്യാം, ഇനി പോയിക്കോ, ധൈര്യമായിട്ട് പോയിക്കോ, കഴുത്തിൽ താലി വീണു, മുഹൂർത്തത്തിൽ തന്നെ താലി വീണല്ലോ, ധൈര്യമായിട്ട് പോയിക്കോളാൻ പറയണം. അങ്ങനെ മുത്തശ്ശിനെയും കൂട്ടിക്കൊണ്ട് വേദ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും കമൽ വന്നിട്ട് പറഞ്ഞു, എടാ വിക്രം നീ എന്ത് നോക്കി നിൽക്കും ഇവിടെ, ചെല്ലടാന്ന് പറയണം. വിക്രത്തിന് പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോൾ പോകാതിരുന്നിട്ട് കാര്യമില്ലോ, താനിവളുടെ കഴുത്തിൽ താലി ആർത്തിയതുപോലെ ആയില്ലേ. കാരണം താൻ കെട്ടേണ്ട ഒരു താലിയാണ്. രണ്ടാമത് വീണ്ടും പൂജിച്ച്
തിരുമേനിയും കൊടുത്തു കഴിയുമ്പോൾ തട്ടിയെറിയാൻ ശ്രമിച്ചാണ്. എന്നിട്ട് പോലും അവളുടെ കഴുത്തിലേക്കൊന്നും വന്ന് വീണില്ലേ എന്നൊരു ചിന്തയായിരുന്നു വിക്രത്തിന് മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ വിക്രം അവരോടൊപ്പം പോവാണ്. ഈ സമയത്ത് ശ്രീകാന്ത് ശങ്കരനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. പെട്ടെന്ന് തന്നെ ശങ്കരനെ നോക്കേണ്ട ഐസിയുലേക്ക് അങ്ങോട്ട് കയറ്റി. ഈ സമയം ശ്രീകാന്ത് ആകെപ്പാ ടെൻഷൻ അടിച്ചിരിക്കുക. എന്താ ഏതാണെന്നും അറിയത്തില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പത്മയും ദീപ്തിയും കൂടെ ഓടിക്കയറി വരുവാണ്. പിന്നീട് ചോദിച്ചു, എന്തായി ശ്രീകാന്തേട്ട, എന്താ കാര്യം ചോദിക്കുക? ഡോക്ടർ പരിശോധിച്ചിട്ടുണ്ടിരിക്കുക, ഇതുവരെയായിട്ടൊന്നും പറഞ്ഞില്ല എന്ന് പറയണം. പിന്നീട് ദീപ്തി പറഞ്ഞു, അവിടെ കെട്ട് നടക്കുന്നുണ്ടായിരുന്നുള്ളൂ, ആ സമയത്ത് എങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയണം. എന്നിട്ട് കെട്ട് നടന്നു എന്ന് ചോദിക്കണം. ശ്രീകാന്തിന് അതറിയാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു. അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ഞങ്ങൾ അപ്പോഴേക്കും ഇങ്ങോട്ടേക്ക് പോകുന്നെന്ന് പറയണം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വേദയും വിക്രമൊക്കെ വരുവാണ്. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന്റെ മുഖം അങ്ങോട്ട് മാറി. വിക്രത്തിനെ കണ്ടത് കടന്നൽ കുത്തിയവലായിപ്പോയി. വേദ ഓടി വന്നിട്ട് പത്മയോട് ചോദിച്ചു, എന്തായമ്മേ, കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ഞാൻ പത്മ പറഞ്ഞു, ഒന്നും അറിയത്തില്ല എന്ന് പറയണം. അപ്പോഴേക്കും ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, ആ തലയിടിച്ച് വീണതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും, പേടിക്കാനൊന്നുമില്ല, നോക്കട്ടെ, ഒരു ദിവസം ഒബ്സർവേഷൻ കിടക്കട്ടെ, പിന്നീട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് വേദയ്ക്കൊരു സമാധാനം. കാരണം തൻ്റെ കഴുത്തിൽ താലി വീണ സമയത്ത് തന്നെ ഇങ്ങനെ സംഭവിച്ചെങ്കിൽ അത് തൻ്റെ കഷ്ടകാലം കൊണ്ടാണ്, അല്ലെങ്കിൽ താനും വിക്രവും ഒന്നിക്കുന്നതുകൊണ്ടാണെന്നുള്ള ഒരു പറച്ചിൽ ദീപ്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ഡപത്തിൻ്റെ അവിടെ വെച്ചിട്ട്. അത് വേദയിൽ ഒത്തിരി അധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യമായിരുന്നു. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, കണ്ടില്ലേ, നീ വെറുതെ അവിടെ കിടന്ന് ഇത്രയൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു ദീപ്തി, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. ദൈവമായിട്ട് കൂട്ടിച്ചേർത്ത ബന്ധമാണ് ഇവരുടെ, അത് പൊട്ടിച്ചെറിയാനായിട്ട് ആർക്കും സാധിക്കില്ല. അതുകൊണ്ടല്ലേ കൃത്യസമയത്ത് തന്നെ വേദയുടെ കഴുത്തിൽ ആ താലി വീണേന്ന് പറയാണ്. പിന്നെ നടന്ന കാര്യങ്ങൾ പത്മയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പത്മയ്ക്കും ദീപ്തിക്കും തന്നെയാണെങ്കിലും ഭയങ്കര അത്ഭുതമായിരുന്നു, വല്ലാത്തൊരവസ്ഥയായിരുന്നു. കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ അങ്ങനെ ബോധം വീഴുവാണ്. ശങ്കരനാരായണൻ ബോധം വീണ് കഴിഞ്ഞപ്പോഴത്തേനും ഇവർ കാണാനായിട്ട് കയറി ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് വേദയ്ക്ക് ഒന്ന് കയറി കാണുന്നുണ്ടായിരുന്നു അച്ഛനെ. ആ സമയം ആദ്യം ശ്രീകാന്താണ് കയറുന്നത്. അതിനുശേഷം ദീപ്തിയെ കയറി കണ്ടു. വേദ പറഞ്ഞു, എനിക്കും അച്ഛനെ ഒന്ന് കാണണമെന്നുണ്ടെന്ന് പറയണം. അങ്ങനെ അവസാനം വേദ കാണാനായിട്ട് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ ഇങ്ങനെ കണ്ണുറന്ന് വേദനെ ഒന്ന് നോക്കി. പിന്നീട് വേദ കൈയെടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ പേടിക്കൊന്നും വേണ്ട കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ശങ്കരനാരായണനെ അങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അധിക സമയം സംസാരിക്കാനൊന്നും പറ്റില്ലാത്തതുകൊണ്ട് വേദ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുവാണ്. അതിനുശേഷം കുറേ സമയം കൂടെ അവർ ചെലവഴിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് തിരികെ വരുന്നത്. കാരണം ആ മുഹൂർത്തത്തിന് മുമ്പ് ഇനി വീട്ടിൽ വന്ന് കയറണമല്ലോ, അതിനു വേണ്ടി വീട്ടിലേക്ക് വരിക. ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും അമ്മിണിയച്ചമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് വന്ന് കയറിയ ശേഷമുള്ള എല്ലാ ചടങ്ങുകളും മധുരം വെപ്പിലുള്ള കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. വിക്രത്തിൻ്റെ മുഖം കടന്നൽ കുത്തിയ പോലെ ഇരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ കണ്ടിട്ടും അമ്മിണിയച്ചമ്മ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. അങ്ങനെ വീട്ടിലേക്ക് വന്ന് മധുരം കൊടുക്കുന്ന സമയത്ത് വിക്രത്തിന് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ മുഖം തട ഇഞ്ചി കടിച്ച് കുരങ്ങിനെ പോലെ ഇരിക്കുന്നേ, നീ ആ തട്ടി എറിയാണ്ട് ശ്രമിച്ചില്ലേ, എന്നാലും നീ ഇത്ര ക്രൂരനാവെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ കണ്ടില്ലേ, ദൈവത്തിന് വേറൊരു പ്ലാനും പദ്ധതിയുണ്ട്. ഇനിയെങ്കിൽ നീ മനസ്സിലാക്കണം വിക്രം, ഇവളെ നിനക്ക് ഒരിക്കലും കൈവിടാനായിട്ട് സാധിക്കില്ല. ദൈവമായിട്ട് കൂട്ടി യോജിപ്പിച്ച് ബന്ധമാണ്, അത് നിനക്കിനി ഒരിക്കലും തട്ടിയെറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ വലിച്ചു പൊട്ടിച്ച് കളയാനും പറ്റില്ല എന്ന് പറയാണ്. വിക്രത്തിനാണെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. വേദയ്ക്കാണെങ്കിൽ അച്ഛൻ്റെ കാര്യം ഓർത്തിട്ട് അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, കാരണം വിക്രം ആ സമയത്ത് അങ്ങനെയൊക്കെ പെരുമാറുന്ന വേദ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അതിൻ്റേതായ ഒരു ടെൻഷന് വേദയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം വേദ അങ്ങോട്ട് കയറിപ്പോവാണ്. ഈ സമയത്ത് അമ്മിണിയച്ചമ്മ വിക്രത്തെ വിളിച്ച് ഉപദേശിക്കുന്നുണ്ട്. അവൾ പാവമായതുകൊണ്ട് അവളുടെ സ്ഥാനത്ത് വേറെ ഏത് പെൺകുട്ടിയാണെങ്കിലും ഇപ്പോഴെങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാവോ, നീ എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് അവളെ നാണം കെടുത്താണ്ട് ശ്രമിച്ചത്. എന്നിട്ട് പോലും ആ കുട്ടി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. കാരണം അവളുടെ മാനസികാവസ്ഥ അപ്പോഴത്തെ അങ്ങനെയായിരുന്നു. പക്ഷേ വിക്രം, ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ബന്ധമാണിത്. ഇനി നീയായിട്ട് ഇത് തട്ടിത്തെറിപ്പിച്ച് കളയരുത്. ആ കുട്ടീനെ മനസ്സിലാക്കണം, നീ ചേർത്ത് പിടിച്ച് നടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അച്ഛമ്മ ഉപദേശിക്കുന്നൊക്കെയുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് വിക്രത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് വിക്രം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.